നമ്മുടെയൊക്കെ ഉള്ളിലോ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലോ ഉള്ള കിബറ് നീക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സംവിധാനിച്ച ഒരു ഇബാദത്താണ് സുജൂദ് എന്ന് പറയുന്നത്. എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ലല്ലോ ആ പരിപാടി അവിടെ നടക്കുക, എന്താ പിന്നെ അറിയിക്കാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ചില സമയത്ത് വരുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും കിബറുള്ളതുകൊണ്ടാണ്. ആ കിബറ് നീക്കാൻ അള്ളാഹു സംവിധാനിച്ച ഒരു ഇബാദത്താണ് സുജൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ച കാണാം, നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ രണ്ടാമത്തെ ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഉളു എടുക്കുന്ന സമയത്ത് ഉളുവിൽ ശ്രദ്ധ കൊടുക്കുന്ന, എത്രത്തോളം ഉളുവിൽ ശ്രദ്ധ ഉണ്ടോ അത്രത്തോളം നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്ന മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കണ ആ ഒരു സമയം. അതും അല്ലാത്ത സമയം ജമാഅത്തിന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സൊഫായിട്ട് ഇങ്ങനെ നിന്നിട്ട് പരസ്പരം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്തമാനം പറഞ്ഞ് ഇമാമ് തക്ബീർ കിട്ടുമ്പോൾ അത് തക്ബീർ കിട്ടും, ഇമാമ് തക്ബീറാണ് കിട്ടുമ്പോൾ അത് തക്ബീർ കിട്ടും. നമ്മൾ ഈ രണ്ട് കാലിൻ്റെ ഇടയിൽ ഒരു ചാൺ അകലം വേണം. രണ്ട് കാലുകൾക്കിടയിൽ ഒരു ചാൺ അകലം വെച്ചിട്ട് നിന്നിട്ട് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം എന്നാണ്. സുജൂദിന്റെ സ്ഥാനത്ത് തന്നെ നോക്കിയിട്ട് തല അല്പം താത്തി പിടിക്കണം. തല അല്പം താത്തിയിട്ട് സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ തക്ബീർ കെട്ടണം. അങ്ങനെ വേണ്ട. ആ സുജൂദിന്റെ സ്ഥാനത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം, ആ സ്ഥാനമാണ് എൻ്റെ സ്ഥാനം, അള്ളാഹു ആണ് ഏറ്റവും ആല, ഞാൻ ഏറ്റവും താഴ്ന്നവനാണ് എന്ന ചിന്തയിലായിരിക്കണം നിസ്കാരം തുടങ്ങേണ്ടത്. അതാണ് ഒരാൾക്ക് ഉള്ളിൽ അയാളുടെ മനസ്സിൽ ആ ഒരു ഇഖ്ലാസ് കിട്ടാനുണ്ടാകുന്ന കാരണം എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. ആ നോട്ടം ഈ നിസ്കാരം കഴിയുന്നത് വരേക്കും ഉണ്ടാവണം. അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ മാത്രം കയ്യിലേക്ക് നോക്കണം. ഈ കയ്യിലേക്ക് നോക്കുമ്പോഴും ഈ ഒരു അഹദ്, അള്ളാഹു അഹദ് എന്ന ഒരു സൂചന പിടിച്ചുകൊണ്ടാണ് ഇതിമക്ക് നോക്കുന്നത്. അപ്പോഴും ആ ശ്രദ്ധ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാ നിസ്കാരം ഈ ചിന്ത മാറുന്നവരുടെ അവസ്ഥ, നമ്മളെ തന്നെ നോക്കിയാൽ മതി. ചിന്ത മാറുന്നവരുടെ അവസ്ഥ മിക്കപ്പോഴും നമ്മൾ ആ ശ്രദ്ധ ആ ഭാഗത്തുനിന്ന് മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു കൊതുക് മുന്നൂടെ പാറിയതേക്കാരം, ഒരു പല്ല് മുന്നിൽ കാടി അതിന്റെ പിന്നാലെ പോകും. ഇങ്ങനെ ശ്രദ്ധ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാവാനുള്ള രണ്ടാമത്തെ ഒരു കാരണം, രണ്ടാമത്തെ ഒരു മാർഗം അത് സുജൂദിന്റെ സ്ഥാനത്തിലേക്ക് തന്നെ നോട്ടമാക്കലാണ്. അള്ളാഹു തആല നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ, അവന് പൊരുത്തപ്പെട്ട രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.